നമ്മൾ തമിഴിൽ നിന്ന് ഏറ്റവും പുതിയ റിലീസായിട്ട് വന്നിരിക്കുന്ന ശങ്കർ സാറിൻ്റെ ഗെയിം ചേഞ്ചറിൻ്റെ റിവ്യൂ പറയാൻ വന്നിരിക്കുകയാണ്. ഇന്ത്യൻ ടു ദ മഹാവിസ്ഫോടനത്തിന് ശേഷം അദ്ദേഹം പുതിയ ഒരു സിനിമയായിട്ട് വന്നിരിക്കുകയാണ്. ആക്ച്വലി പുതിയ സിനിമ എന്ന് പറയുമ്പോൾ ഇതും ഇന്ത്യൻ ടൂവും ഇങ്ങനെ അടുത്തടുത്ത ദിവസങ്ങളിൽ അല്ല അടുത്തടുത്ത ടൈമിൽ ഷൂട്ട് ചെയ്യരുത്. ഇന്ന് ഇന്ത്യൻ ടു ആണെങ്കിൽ നാളെ ഗെയിം ചേഞ്ചർ, അങ്ങനെ ഷൂട്ട് ചെയ്ത് നിർത്ത പടമാണ് ഗെയിം ചേഞ്ചർ. അതായത് എല്ലാം മിക്ക ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് സിമിലർ, രണ്ട് പടത്തിലും സിമിലർ ആയിട്ട് കുറേ ആൾക്കാരാണ്. സോ സിനിമ ഞങ്ങൾ FTFS കണ്ടു. എന്തു തോന്നി? ഒരു പടത്തിൽ പറയുന്നല്ലേ അല്ലാത്ത തലവേദന. ജനാധിപത്യത്തിന് പുല്ല് വിലയല്ലടാ പടം. അതായത് നമ്മുടെ നായകൻ പടം തുടങ്ങുമ്പോൾ IPS നിന്ന് IAS കാരനായിട്ട് മാറി, എന്നിട്ട് അവിടെ നിന്ന് CM ആയി മാറുന്നു. എന്നിട്ട് തൊട്ടടുത്ത നിമിഷം CM നിന്ന് മാറ്റി അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർ ആക്കുന്നു. അവിടുന്ന് വീണ്ടും CM കളക്ടറിനാവാം. അതങ്ങനെ പോവാണ്. ഗെയിം ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത്, ഗെയിം ചേഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടായിരിക്കും. അതായത് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ IPS ആവുന്നു, ഞാൻ IAS ആവുന്നു, ഇതിൽ മന്ത്രിയാവണമെങ്കിൽ എനിക്ക് മന്ത്രിയാവാം, ഞാൻ ഇവനെ അനൗൺസ് ചെയ്ത് ഞാൻ ഇവനാണ് എന്റെ മന്ത്രി. അതെ, അതായത് അവിടെ നെപ്പോട്ടിസോ, അതായത് അവിടുത്തെ മന്ത്രി മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ മക്കൾ റെഡി ആയിട്ടിരിക്കുക, അടുത്ത മുഖ്യമന്ത്രി ഞാനാ. അപ്പം ഈ ജനാധിപത്യത്തിന് പുല്ലുവില, ജനങ്ങൾക്ക് പുല്ലുവില, അവരൊക്കെ തീരുമാനിക്കും ഞാനാവും മുഖ്യമന്ത്രി. തൊട്ടും ഇളയമാൻ പറയും ഇല്ലില്ല ഞാനാവും മുഖ്യമന്ത്രി. അതെ, നമ്മള് 150 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളെ നിർത്തിയാൽ അവമാനിക്കും. വാങ്ങിച്ച ടിക്കറ്റ് ഞങ്ങള് വോട്ട് ചെയ്യുന്നവരാണ് അത് പറയുന്നത്. എന്തും ഇത് ഇങ്ങനെ ശങ്കരണ്ണ എന്നെ പരിപാടിയാ ഈ കാണിച്ചു വെച്ചേക്കുന്നത്. അല്ല, ഈ രണ്ട് പടവും നമുക്ക് ശങ്കറിന്റെ ലിസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റാം. കാരണം രണ്ടും ഒരേ സമയത്ത് ഷൂട്ട് ചെയ്തുകൊണ്ട് ഒരേ അബദ്ധങ്ങളാണ് രണ്ടെണ്ണത്തിൽ പറ്റിയത്. കാര്യം പുള്ളിക്ക് എന്ത് ചെയ്യണം, അതായത് ഇത്രയും പണമുണ്ട്, അതായത് ഒരേ സമയം വലിയ എമൗണ്ട് ഹാൻഡിൽ ചെയ്യുക രണ്ട് പടത്തിൽ. ഇത് എങ്ങനെ ഈ പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതാണ്. മറ്റേ ഈ പറഞ്ഞ പോലെ 75 കോടിക്ക് 5 പാട്ട് എടുത്തതിൽ ഒരെണ്ണം കട്ടായി. ആ കട്ടായ സോങ് ഇവര് മറ്റേ ഏതായിരുന്നു, എന്ത് ക്യാമറയായിരുന്നു, ഇൻഫ്രാറെഡ് ക്യാമറ ഒക്കെ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്ത് അത് ഗ്രേഡ് ചെയ്ത് അതിന് മറ്റേ ഭയങ്കര കളർ, അതിനൊരു പ്രൊമോഷൻ സീക്വൻസ് തന്നെ ഉണ്ടായിരുന്നു. ഇന്ന പ്രോസസ് ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് ഇറക്കിയെന്നുണ്ട്. പക്ഷെ പാട്ട് പടത്തിൽ ഉണ്ടാവുമെന്ന് കരുതി സഹിച്ച് ഞങ്ങൾ അവസാനം വരെ ഇരുന്ന്. അതായത് പടത്തിന്റെ ടെയിലിന്റെ, അതായത് ലാസ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുമ്പോൾ ഞങ്ങൾ ഇരുന്നു. ഇനി എങ്ങാനും ലാസ്റ്റ് വെച്ചാലോ എന്ന് കാണാൻ വേണ്ടി ഇല്ല. അതായത് ഏതായാലും സിനിമയ്ക്കകത്ത് വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, പാട്ടെങ്കിൽ പാട്ട് കണ്ട് ആസ്വദിക്കാം എന്നുള്ള ലൈനിലാണ് ഞങ്ങൾ പോയത്. സിനിമ തുടങ്ങി രാംചരന്റെ ഇൻട്രോസിൽ നിന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് സംഭവം മാറി, സംഭവം മറ്റേതാണ്, ചേഞ്ച് ചെയ്തോ ഗിയർ ചേഞ്ച് ചെയ്തോ എന്നൊക്കെ അപ്പം മനസ്സിലാവും. ആ പരിപാടിയാണ്. ഇൻട്രോ സീൻ തന്നെ കുറച്ച് ആസ്വദിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. നമ്മുടെ ഇതിന്റെ കറക്റ്റ് വൈബ് കിട്ടിയത് ആള് നമ്മുടെ സൂര്യ വൈബ് വരുമ്പോഴാണ് നമുക്ക് സിനിമ, അതായത് പുള്ളിക്ക് മനസ്സിലായി പടം പോയി, ഈ പണം പൊട്ടി, നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, അഭിനയിച്ച് പുള്ളി ആസ്വദിക്കുക. നമ്മളത് കുറച്ച് ആസ്വദിക്കും. അതെ, അപ്പൊ സൂര്യ വരുന്ന ഫ്രെയിമില് നമുക്ക് പുള്ളിയെ നമ്മളെല്ലാ പടത്തിലും കാണുന്ന പോലെ ജയറാമും ഫണ്ണാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരിൽ വരുമ്പോഴാണ് ഇപ്പൊ ചേട്ടനനിയൻ തമ്മിലുള്ള ഒരു അടിയൊക്കെ രസമാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാ പണ്ണുവോ, പിന്നെ കാർത്തിക് സുരാജ് എഴുതി കൊടുത്ത കഥയുടെ പേപ്പർ ഇവിടെ നഷ്ടപ്പെട്ടു പോയി. ശരിക്കും കാർ സൂപ്പർരാജ് ഇവിടെ എന്ത് കഥയാണ് പറഞ്ഞത് മനസ്സിലായോ? കാർ സൂപ്പർരാജ് പറഞ്ഞിരിക്കുന്ന പടത്തിന്റെ മെയിൻ ഒരു ബേസ് ത്രെഡോ എന്തെങ്കിലും എലമെന്റ് ആയിരിക്കും പറഞ്ഞിടുന്നത്. അത് കഥയായിട്ട് മൊത്തത്തിൽ അങ്ങനെ ആയിരിക്കത്തില്ല. കാരണം നമുക്ക് ഈ പടം കാണാൻ തന്നെ അറിയാം, ഇത് പ്രോപ്പർ മുതൽവന്റെ സെക്കൻഡ് പാർട്ട് പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ റെഫറൻസുകളൊക്കെ ഉണ്ട്, പഴയ പടങ്ങളുടെ റെഫറൻസുകൾ. അയ്യിൽ ബാക്കി വന്ന് പറയാൻ മാവൊക്കെ എടുത്ത് മറ്റേ വിരലൊക്കെ ഒട്ടി അങ്ങനെ കുറെ പരിപാടികൾ. അതായത് എവിടെയൊക്കെ പണം മുടക്കണം, എവിടെയൊക്കെ ശരിക്കും പൈസ മുടക്കിയ സ്ക്രീനിൽ കാണാനുള്ള പരിപാടികളുണ്ട്. പാട്ട് വരുമ്പോഴേ പ്രത്യേകിച്ച് അത് തന്നെ പാട്ടിലാണ് ഈ പൈസ മൊത്തം കൊണ്ട് മുക്കിയിരിക്കുന്നത്. ബാക്കി പരിപാടികളെല്ലാം കാണുമ്പോൾ നമ്മൾ ഓക്കെ, വലിയ വൈഡ് ഫ്രെയിം, ഒരുപാട് ആൾക്കാർ, ഈ ഫൈറ്റ് സീൻ, കുറെ ആൾക്കാരായിട്ട് ഫൈറ്റ്, ക്ലൈമാക്സിലൊക്കെ 10,000 പേരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് രാംചരൺ. അപ്പൊ ഞാൻ വിചാരിച്ചു മറ്റേ നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നില്ല. ഇല്ല, അതാണ് നേരിട്ട് ഫൈറ്റ് ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു മറ്റേ RRR സീക്വൻസ് പോലെ സീക്വൻസ് ഉണ്ടാക്കാൻ ശ്രമമാണോ എന്ന്. പക്ഷെ അവിടെ രാംചരൺ ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആജ്ഞാപിക്കുമ്പോൾ JCBയിലാണ് ഫൈറ്റ് നടക്കുന്നത്. ത്രൂ ഔട്ട് പടത്തിനൊരു ഒരു ക്ഷീണിച്ച ശങ്കറിന്റെ ഡയറക്ഷൻ ഉണ്ട്. അതായത് ടയേർഡ് ഫിലിം മേക്കിംഗ് ആണ്. അതായത് അത് ടയേർഡ് ഫിലിം മേക്കിംഗ് മാത്രമല്ല, കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസ് വരെ ടയേർഡ് ആവും. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഒരു നല്ല ബീജം ഉണ്ട്, അതിങ്ങനെ അതേ ത്രൂ ഔട്ട് എവിടെയൊക്കെ നായകനെ കാണിക്കുന്നു അവിടെയൊക്കെ ഇതിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് നായകനെ കാണിക്കുമ്പോൾ വില്ലനെ എല്ലാം ഇങ്ങനെ ബീജം വിട്ട് ഇങ്ങനെ നിറച്ചിരിക്കും. ഈ മറ്റേ കങ്കുവയുടെ അതെ, അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നമാണ് ഈ സൗണ്ടിന്റെ എന്താ പറയാ ഭയങ്കര ലൗഡ് നോയിസ് ആക്കി മാറുന്ന ആ സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്ന സമയത്ത് എല്ലാ ഗ്യാപ്പും BGM വെച്ച് ഫില്ല് ചെയ്യുക. അതിപ്പോ BGM
വരണ്ട സമയത്തും വരണ്ടാത്ത സമയത്തും എല്ലാം ബീജ് വിട്ടങ്ങ് ഫില്ല് ചെയ്യുക. എനിക്ക് തോന്നുന്നത് ആക്ച്വലി ആ ട്രെൻഡ് നടന്ന സമയത്ത് അപ്പം എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന പടമാണല്ലോ അതുകൊണ്ട് തന്നെ അത് ഫോളോ ചെയ്തങ്ങ് പോയി. ഇവർ ഫൈനൽ ബാക്കിയുള്ള സിനിമയ്ക്ക് കിട്ടിയ ആ ഇതിനനുസരിച്ചിട്ട് ഈ സൗണ്ടിലുള്ള പുതിയ പരിപാടികളൊന്നും അവർ ട്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഫെയിൽഡ് ട്രെൻഡ് വരുന്നത് അതെ, അത് ഫെയിൽഡ് ട്രെൻഡാണ്. ആ ട്രെൻഡ് ഫോളോ ചെയ്ത് വന്ന കൂട്ടത്തിലുള്ളതാണ് ഈ എഡിറ്റ്. അതേ പടം തുടങ്ങി കഴിഞ്ഞാൽ ഇന്റർവെൽ വരെ നമ്മൾ ഇന്റർവെൽ ആവുന്ന അറിയത്തില്ല. അത്ര സ്പീഡിൽ പടം പോകുക. അതായത് ആർക്കും ഒന്നും ഒരു വിഷയമില്ല. ചുമ്മാ കട്ട് ചെയ്ത സീനുകളൊക്കെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഒരു എലിവേഷൻ സീൻ അവിടെ നടക്കുന്നു, ഇവിടെ നടക്കുന്നു, ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു, അങ്ങനെ സംഭവിക്കുന്നു, എല്ലാം കണ്ടല്ലോ അല്ലേ. ഞങ്ങൾ പോയിട്ട് ഫ്ലാഷ് ബാക്ക് പറഞ്ഞിട്ട് വരാം. ഫ്ലാഷ് ബാക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്ക് ഒരു പാട്ടിനുള്ള സ്പേസ്. അതായത് നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഈ സിനിമ എങ്ങോട്ടാണ് ഡയറക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ പാട്ടുകളിലേക്ക് ഡയറക്ട് ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ചോട്ടെ. അതായത് സിനിമ തുടങ്ങുന്നതും ആ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നിടത്തൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊന്നുമില്ല, ക്യാരക്ടർ അങ്ങ് വരും ആ ഫ്രെയിമിൽ. അല്ലാതെ ക്യാരക്ടറിന് വേറെ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ടൊന്നും സംഭവമൊന്നുമില്ല. അവർ വരുന്നു, ആ സീനൊക്കെ നടക്കുന്നു, എത്രയും പെട്ടെന്ന് ആദ്യത്തെ പാട്ടിലേക്ക് പോവുക എന്നുള്ള ഒരേ മൺമറഞ്ഞു പോയൊരു സംഗതി. അത് ഒരു ഫൈറ്റ്, പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നായകൻ ഇൻട്രോ ഫൈറ്റ്, അത് കഴിഞ്ഞ് നേരെ സോങ് കഴിഞ്ഞ് അടുത്തത് മറ്റേ ബുള്ളറ്റ് പോയിന്റ് സിനിമ. ആദ്യം നായകന്റെ ഇൻട്രോ വരണം, അത് കഴിഞ്ഞിട്ടൊരു പാട്ട് വരണം, അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു, അതായത് ആക്ച്വലി കറക്റ്റ് പറഞ്ഞാൽ ശിവാജിയുടെ ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ശിവാജിയിൽ അങ്ങനെയാണല്ലോ. നായകന്റെ ഇൻട്രോ, അത് കഴിഞ്ഞിട്ട് മറ്റേ സോങ്, ഫൈറ്റ്, അങ്ങനെ കറക്റ്റായിട്ട് അതിനെ കൊണ്ടുവരും. അവിടെയൊക്കെ ഈ സീനുകൾക്കുള്ളിൽ പോലും ഒരു രസം ഉണ്ടാവും അത് കണ്ടോണ്ടിരിക്കാൻ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് കുറെ സാധനം ഞാൻ ഇങ്ങനെ അതെ അതായത് പുള്ളി ഇങ്ങനെ മൊബൈൽ എടുത്ത് വെച്ചിരിക്കുക, ഇങ്ങനെ എഴുതി ഇതിനെപ്പറ്റി പറയണം എന്നുള്ള ഇതിൽ പടം കണ്ടോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ എഴുതി വെച്ചാൽ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഫോൺ മടക്കി വെച്ച് ഇത് എഴുതണ്ട, ഒറ്റക്കാലം എഴുതിയാൽ മതി, മലം കൾട്ട് അവിടെ തീരും. അല്ലെ, ആസ്വദിച്ചതും ചിരിച്ചതായ കുറെ സാധനമുണ്ട്. മറ്റേ ഫസ്റ്റ് പാട്ട് കഴിഞ്ഞിട്ട് ഡാൻസേഴ്സ് പൊക്കി ഇവനെ വീട്ടിൽ കൊണ്ട് വെക്കും. ഇതിന്റെ കണ്ടിന്യൂറ്റി ഉണ്ട്. വീട്ടിലേക്ക് അവൻ കയറുമ്പോൾ ഡാൻസേഴ്സ് നടന്നു പോകുന്നത് അവരുടെ പണിയായിരുന്നത്. ഇവനെ പൊക്കി വീട്ടിൽ കൊണ്ട് എത്തിച്ചിട്ട് പിന്നെ അതായത് പാഷ് മേടിച്ച് നടന്നു പോവുക. നായകന്റെ ഇൻട്രോ സോങ് എന്ന് പറയുന്നത് തന്നെ 10,000 പേരുടെ എല്ലാ അതിനകത്ത് ഒരു 1500 to 1000 ആൾക്കാരുണ്ട്. അതൊരു ഫാന്റസിയാണ്. പക്ഷെ ഇതിനകത്ത് അത് ഒരു ലൈവ് ഇവന്റ് ആയിട്ട് അതെ നായകൻ വരുമ്പോൾ ഇത്ര ആൾക്കാരുമായിട്ട് ഭയങ്കര രീതിയിൽ ഡാൻസ് ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ അടുത്ത സീനിൽ നായകനെ പൊക്കി വീട്ടിൽ കൊണ്ട് നിർത്തുന്നു. ഇവര് നിർത്തി കഴിഞ്ഞ് നായകനോട് അമ്മയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഡാൻസേഴ്സ് തിരിച്ച് വീട്ടിൽ സാർ എന്റെ ഐറ്റ് വരുന്നല്ലേ. ഏതായാലും ഈ സിനിമയിൽ വേറെ പ്രത്യേകിച്ചൊന്നും നടക്കത്തില്ല. 75 കോടി മുടക്കിയ പാട്ട് കാണാമെന്ന് വെച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ കൊറിയോഗ്രഫി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇതിലെ മിക്ക കൊറിയോഗ്രഫിയും. എസ്പെഷ്യലി ആ സ്റ്റാർട്ടിങ് സോങ് ഉണ്ട് മച്ചാറ, അതിൽ രാംചരൺ ഒരു വഴിക്ക് ഡാൻസ് കളിക്കുന്നു, പാട്ട് ഒരു വഴിക്ക് പോകുന്നു, കുറേ ഡാൻസേഴ്സ് വേറെ ഡാൻസ് കളിക്കുന്നു. ഇതിനിടയിൽ ശങ്കറും ഗണേഷ് ആചാര്യയുടെയും ക്യാമിയോ ഉണ്ട്. ഒരു ക്ഷീണമുണ്ട് എല്ലാവരും. അതായത് ഇത് ഒരുപാട് ആൾക്കാർ എല്ലാരും കൂടെ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും. അതൊക്കെ ഈ റിഹേഴ്സൽ അടിച്ച ഫീൽ ഉണ്ടായിരുന്നു. ആ പാട്ട് വെയിലത്ത് നിന്ന് എല്ലാരും കൂടെ കളിക്കുന്നു. അതൊരു പൊടി ഭയങ്കര ഒരു ഗ്രൗണ്ടില്ല. നമ്മൾ കിട്ടിയ ശങ്കരനാന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു, അത് ഭംഗിയാക്കി, അങ്ങനത്തെ കുറച്ച് സീക്വൻസ് ഉണ്ടായിരുന്നു പാട്ടുകളിൽ. പക്ഷെ എന്നാലും ഇതിങ്ങനെ വഴിയെ കിട്ടിയ ഒരു ഗ്രൗണ്ടിൽ എല്ലാരും കൂടെ കുറെ പേരെ അണിനിരത്തി കളിച്ചൊരു ഫീലൊക്കെ ആയിരുന്നു. കൊറിയോഗ്രഫിയുടെ പറഞ്ഞപ്പോൾ ഒരു കോപം സോങ് ഉണ്ടല്ലോ, ഇവൻ അതായത് ദേഷ്യം വരുമ്പോൾ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി നായകനോട് പല കാര്യങ്ങൾ ചെയ്യാൻ നായിക ആവശ്യപ്പെട്ടില്ല. റെഫറൻസ്, അതായത് എന്തോ അന്യന്റെ അകത്ത് ഒരു കയ്യിലൊരു സാധനം കൊടുക്കത്തില്ലേ, ലവ് മീറ്റർ, അതിന്റെ തന്നെ വിഷ്വൽ റെപ്രസെന്റേഷൻ, അതിന്റെ ഒരു മോഡേൺ വെർഷൻ. ലവ് മീറ്റർ, ആംഗ്രി മീറ്ററുകളുടെ പക്ഷെ ശങ്കറിന്റെ മീറ്റർ തെറ്റി കിടക്കുകയാണ്. അതായത് ഇത്രയും ആയിട്ടും പുള്ളി ഇതല്ല വേണ്ടത്, അടുത്ത അതാണ് ഇതിനൊരു എല്ലാത്തിനും ഒരു ഔട്ട്ഡേഷൻ ഉണ്ട്, അതേ ഉള്ളു. ഇപ്പം പടം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ 10 വർഷം മുമ്പ് ഔട്ട്ഡേറ്റഡ് ആയ സാധനങ്ങൾ. അതെ, ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ് ഈ ഐഡിയാസ് തന്നെ. പിന്നെ അതിന്റെ പ്രസന്റേഷനിൽ പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നുള്ള ഒരു ഐഡിയ മാത്രമാണ്. പക്ഷെ അതല്ല ഇപ്പോഴത്തെ ട്രെൻഡ്. അത് എപ്പോഴെങ്കിലും ശങ്കർ മനസ്സിലാക്കുമ്പോൾ അത് അടുത്ത പടം അത് പുള്ളിയുടെ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ശങ്കർ ഈ പരിപാടികളൊന്നും ഇല്ലാത്ത, ഈ പാട്ടും തേങ്ങക്കൊലയും ഒന്നും ഇല്ലാത്ത ഒരു കൊച്ചുപടം ചെയ്താലുണ്ടല്ലോ പുള്ളിക്ക് ഈ പ്രശ്നമൊക്കെ മാറും. അതായത് ഇപ്പോഴും പുള്ളി സിനിമ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ശങ്കറിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ഡമാണ്. അതായത് ഇങ്ങനെ വലിയ കാഴ്ചകൾ, വലിയ ഡാൻസ്, വലിയ പാട്ട്, അത് വരുന്നില്ല. അതാണ് ഇപ്പം ഈ പാട്ടുകൾ, ഈ ബ്രഹ്മാണ്ഡം വൃത്തിക്ക് വന്നാൽ തന്നെ പകുതി ആശ്വാസമുണ്ട്. അവിടെ അത് ഒരു പോയിന്റ് കഴിഞ്ഞിട്ടേ അവിടെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. അതായത് ഇത് ബ്രഹ്മാണ്ഡമാക്കാൻ എന്ത് ചെയ്യണം, അതാണ് ഇവർക്ക്. എനിക്ക് മറ്റേ എന്തായിരുന്നു
പടത്തിനൊട്ടും ചേരാത്തൊരു പാട്ടുണ്ട് ദോപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം, കുറച്ച് കളർഫുൾ ആണ്, പക്ഷെ അതും ഈ പഴയ സ്റ്റൈലാണ്. അതായത് നമ്മൾ പാട്ട് തുടങ്ങുമ്പം ഒറ്റൊരു പുതിയൊരു സെറ്റ് ഇട്ടിട്ട് അതിനകത്ത് കിടന്ന് കളിക്കുന്നത്. പക്ഷെ ആ സെറ്റുകളും കോസ്റ്റ്യൂമിങ് ഒക്കെ ഒരു രസം ഉണ്ടായിരുന്നു. അതായത് ഒരു മ്യൂസിക് വീഡിയോ അതെ, അത് വെട്ടി നമുക്ക് യൂട്യൂബിൽ വരുമ്പോൾ കാണാനുള്ള രസമുണ്ട്. പടത്തിനകത്ത് ഈ പാട്ട് വരുന്നതൊക്കെ ഭയങ്കര ഫോഴ്സ് സിറ്റുവേഷനാണ്. ഒരു സീരിയസ് ഡിസ്കഷന്റെ ഇടയ്ക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് നായകനും നായികയും കാണിക്കുന്നു, അവരൊരു ക്രിഞ്ച് ഡയലോഗ് അടിക്കുന്നു, ഉടനെ ക്രിഞ്ച് പാട്ട് വരുന്നു. അങ്ങനത്തെ സെറ്റപ്പാണ് എല്ലാം. അപ്പൊ അതായത് ഈ പാട്ട് എവിടെ പ്ലേസ് ചെയ്യാൻ അറിയത്തില്ല, അതങ്ങ് അതായത് പെട്ടെന്ന് ചാടി ഇങ്ങി വരുവാ പാട്ടൊക്കെ. അതായത് നമ്മള് കഥ ഇങ്ങനെ ഒരു വഴിക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് നായകന്റെ ആണോ നായികയുടെ അനിയന്റെ പിറന്നാള് കല്യാണം ആരുടെ കല്യാണമാണ് പെട്ടെന്ന് രണ്ട് VFX രണ്ട് രൂപങ്ങൾ വരും, എന്നിട്ട് കല്യാണം നടന്നു. ഈ പടം കാണാത്ത ഓഡിയൻസിന് നമ്മളിത് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്, കാണണം, അപ്പൊ മനസ്സിലാകുന്നു. പെട്ടെന്ന് രണ്ട് രൂപം വരുന്നു, ഇവരുടെ കല്യാണം നടന്നു എന്ന് ഇങ്ങനെ VFX കാണിക്കുന്നു. പെട്ടെന്ന് ഇവര് ഒരു മുറി കാണിക്കുന്നു, ഇവര് തമ്മിൽ ബെഡ് ഒരുക്കുക. ബെഡ് ഒരുക്കുമ്പോഴത്തേക്കും രാംചരൺ വന്ന് കണവണ ഡയലോഗ് പറയുന്നു. അതെ, നായകന്റെ സാധ്യത ഇങ്ങനെ നായകൻ നോക്കുന്നു. അതൊക്കെ ഏത് കാലഘട്ടത്തിൽ എഴുതിയ പോലെ ആൾക്കാര് അപ്പൊ നായകൻ ഇത് നമ്മുടെ കൾച്ചറിന് എതിരല്ലേ എന്ന് ചോദിക്കുമ്പോ അവിടെ കൾച്ചർ അത് എഴുതി കാണിക്കും. കൾച്ചറിന് VFX വരുന്നു, ഒരു 3D പടമാക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. കൾച്ചർ ഇങ്ങനെ വരുന്നു, അപ്പൊ കൾച്ചറിനെ തട്ടി മാറ്റുമ്പോ ഒരു പാട്ട് ഈ ലൈൻ സാധനമൊക്കെയാണ്. ഇത് എഴുതി വെക്കാൻ പറ്റത്തില്ല, ഇത് ഇങ്ങനെ ഒഴുകി വരണം. ഇത് ബേസിക്കലി ഇത് ശങ്കർ സാർ പറഞ്ഞ ആൾക്കാര് ഓഹോ സംഭവം അടിപൊളി എന്ന് പറയും. നമ്മൾ പറഞ്ഞ പൊട 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 എന്ന് പറഞ്ഞ ഓടിച്ചുവിടുകയും ചെയ്യും അല്ലേ. ഇതിന് 75 കോടി മുടക്കിയ ദിൽരാജ് വണ്ണന് അദ്ദേഹമാണ് എന്റെ ഹീറോ. അതെ പാട്ട് വേണമോ പാട്ട് ഇറക്ക്, ഡാൻസ് വേണമോ ഡാൻസ് ഇറക്ക്, ഫൈറ്റ് വേണമോ ഫൈറ്റ് ഇറക്ക്, എല്ലാം ഇറക്ക്. അതേ പറയുന്നത്. ഇപ്പം ഇതൊരു ശങ്കർ, ഇപ്പം നമ്മള് ടൈറ്റിലിങ്ങില് ശങ്കറിന്റെ പേരില്ലായിരുന്നെങ്കിൽ ഇത് ശങ്കർ പടമാണെന്ന് പോലും തോന്നത്തില്ല. അതായത് ഇത് 100% ഒരു തെലുങ്ക് പടം, ഒരു തെലുങ്ക് അതും ക്ലീഷേ പടം. ക്ലീഷേ കുറച്ച് ഔട്ട്ഡേറ്റഡ് ഒരു തെലുങ്ക് പടത്തിന്റെ ഫോർമാറ്റിലാണ് പടം പോകുന്നത്. ഫോർമാറ്റ് തെലുങ്ക് അത് തന്നെ ആ പടം. ഇത് ഇപ്പൊ ഇവരുടെ ഏറ്റവും വലിയൊരു ഇവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഓഡിയൻസിന് അറ്റൻഷൻ സ്പാൻ കുറവാണ് എന്ന് പറഞ്ഞ് സിനിമ വളരെ വേഗത്തിൽ എഡിറ്റ് ചെയ്ത് വെക്കുകയാണ്. ഒരുപാട് പടത്തിൽ ഞങ്ങളിത് ഇപ്പൊ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഒട്ടുമിക്ക പടത്തിന് ഈ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് ഓഡിയൻസിന് അറ്റൻഷൻ സ്പാൻ ഇല്ല എന്ന് പറഞ്ഞ് അവരങ്ങ് ജഡ്ജ് ചെയ്യുക. ശരിയാണ്, ഒരു പറ്റം ആൾക്കാർക്ക് ഈ പടം ഒരു 5 മിനിറ്റ് പോലും ലാഗ് ആവാൻ പാടില്ല. അതായത് ഈ സിനിമ ഞങ്ങളുടെ മുമ്പിലിരുന്ന ആള് ഇന്റർവ്യൂ കഴിഞ്ഞപ്പം വിളിച്ച് വേറൊരു ഫ്രണ്ടിനോട് വിളിച്ച് എടാ പടം അത്ര സുഖമില്ല പക്ഷെ ലാഗ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഓഡിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ പടം എല്ലാം ഇങ്ങനെ ഒരു സീൻ പോലും വ്യക്തമായി കാണാതെ അല്ലെങ്കിൽ വ്യക്തമായിട്ടൊരു കൺസ്ട്രക്ഷൻ ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കൂട്ടി ആൾക്കാർക്ക് കണ്ണ് ജിമ്മി തുറക്കുമ്പോൾ 2 സീൻ കഴിഞ്ഞു പോകണം എന്ന് പറയുന്ന സ്പീഡിൽ പരിപാടി കൂടി. ഒരു വ്യക്തി ഒരു ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തോട്ട് പോവാ, എന്തോ പേനയോ എന്തോ പേപ്പറോ എടുക്കാൻ, അതിനകത്ത് 5 ഷോട്ടും 5 കട്ടും വരുവാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്കിങ്ങനെ എന്തിനിടെ ഇതൊക്കെ കാണിക്കുന്നതെന്ന് തോന്നിപ്പോകും. അങ്ങനെ പിന്നെ ഒരു സംഭവം ഒരുപാട് തവണ ഉണ്ടായിരുന്നു, ഇങ്ങനെ എടുത്ത് വട്ടം കറങ്ങുന്നു. അയ്യോ തല ഇങ്ങനെ ഒരു ഹൈ അത് കറങ്ങണം. അധികം ചെയ്ത് കണ്ടിട്ടില്ല, പക്ഷേ ഈ നമ്മൾ ട്രാക്കിംഗ് ഷോട്ട് ഇങ്ങനെ നടുക്ക് ആളെ നിർത്തിയിട്ട് റൗണ്ട് ട്രാക്ക് ഇട്ട് ഇങ്ങനെ കറങ്ങുന്നത്, അത് ഭയങ്കര ഹൈ സ്പീഡിൽ കറങ്ങുക. അതും അവര് ഡയലോഗും പറയും. ഇതിനിടയ്ക്ക് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും തലവേദന എടുക്കുന്ന ഒരു സംഭവം അത് ഇടയ്ക്കിടയ്ക്ക് വരും ആ ഷോട്ട്. അതിന് സ്പീഡിലുള്ള ഏറ്റക്കുറച്ചിലുള്ള ഒഴിച്ചാൽ ഈ സാധനം റിപ്പീറ്റ് ആവും. പിന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച സാധനം എന്ന് പറയും എല്ലായിടത്തും ഫൈറ്റ് ഇല്ല, നായകൻ നടന്നു വരുന്നത് എല്ലാം റോബോട്ടിക് ക്യാമറ, ഫ്രീ ആയിട്ട് റോബോട്ടിക് ക്യാമറ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. അതിനാ തോന്നി 450 കോടിയാണ്. എനിക്ക് മനസ്സിലായി. അത് പൈസ എങ്ങനെ മുടക്കണമെന്ന് ആലോചിച്ചപ്പോൾ പറഞ്ഞു ഒരു ദിവസം ഇത്ര ലക്ഷം രൂപയാണ് റോബോട്ടിക് ക്യാമറ റെന്റ് എടുക്ക്. പടത്തിലൊരു മെജോറിറ്റി സീക്വൻസ് റോബോട്ടിക് ക്യാമറ ചെയ്യാം. ഒരു സാധനമുണ്ട്. അതായത് രാംചരൺ ചുമ്മാ നടന്നു വന്നാലും ഈ റോബോട്ടിക് ക്യാമറ, ഈ പറഞ്ഞ പോലെ ഫൈറ്റ് നടന്നാലും റോബോട്ടിക് ക്യാമറ, എല്ലായിടത്തും ഇത്. അതും ഈ റോബോട്ടിക് ക്യാമറക്കകത്ത് ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ കുറച്ച് പരിപാടികളെ ഉള്ളൂ എന്നുള്ള ലൈനിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ആലോചിക്കും ഒരു തെലുങ്ക് പടമല്ലേ ഇതിനകത്ത് ഇപ്പൊ എന്ത് ലോജിക്കൊക്കെ ആലോചിക്കാനാണ്. അത് ഒരുപാട് പേര് കമന്റ് അടിക്കുന്ന സാധനമാണ്. തെലുങ്ക് പടമല്ലേ, മാസ് പടത്തിൽ എന്ത് ലോജിക്കണേ എന്ന് ചോദിച്ച് ഒരുപാട് പേര് വരും. ബേസിക്കലി ലോജിക്കിന്റെ അല്ല ഇത്. സാധനം പറഞ്ഞപ്പോൾ ഈ ലോജിക് എന്ന് പറയുന്ന സംഭവം സബ്ജക്റ്റീവ് ആണ്. ഇപ്പൊ ഓരോ പടത്തിനും അതിനകത്തൊരു ലോജിക് ഉണ്ട്. ഇപ്പൊ ശങ്കർ സെറ്റ് ചെയ്യുന്ന ഒരു പടം, ഇപ്പം ജുറാസിക് പാർക്ക്, അതിനകത്തെ ലോജിക് എന്ന് പറഞ്ഞാൽ ഒരു കൊതുക് വർഷം മുമ്പ് ഒരു ഡൈനോസറെ കടിച്ചു, അതിന്റെ രക്തം അതിന്റെ അകത്തൊന്ന് എടുത്ത് ഇങ്ങനെ എക്സ്പ്ലനേഷൻ വരുമ്പോഴേ തന്നെ ഇതൊക്കെ എന്തോന്നടെ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് വിശ്വസിപ്പിക്കാൻ അവരൊരു എഫേർട്ട് എടുക്കുന്നുണ്ട്. അതാണ് ആ പടത്തിന്റെ ലോജിക്. പടത്തിന്റെ പർപ്പസ് എന്തോ, കുറെ ഡിനോസർ ഇറങ്ങണം, മനുഷ്യരെ കൊല്ലുന്ന ഒരു സീക്വൻസ് വേണം, അതിന് ഒരു ചെറിയ കഥ, ഒരു ബാക്ക് സ്റ്റോറി തന്നെ ഇട്ടേക്കുവാണ്. പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ പറ്റണം, അതിനകത്ത് ഒരു എഫേർട്ട് ഇടണം അവർ.
ഇതിനകത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എഫേർട്ട് കാണുന്നില്ല. പടത്തിനകത്ത് എന്ത് ലോജിക്ക് ആക്കട്ടെ, രാംചരൺ 1000 പേരെ ഇടിക്കാം. അത് തന്നെ, നായകൻ ഒരു ഇടിക്ക് ഒരാൾ ഇടിച്ച് തെറിച്ച് മൂണിപ്പോയി വീണാലും നമുക്ക് അത് നമ്മളെ ബിലീവ് ചെയ്യിക്കുന്ന രീതിയിൽ എടുക്കാൻ പറ്റും. പടത്തിനകത്ത് എടുത്തിട്ടുണ്ട് ആൾക്കാർ. അത്ര അന്യന്റെ അകത്ത് ചെയ്തിട്ടുള്ള കാര്യം. അതെ, ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ അന്യനകത്ത് അന്യനായി കഴിയുമ്പോഴത്തേക്ക് ഇവൻ ഈ പണ്ട കരാട്ടക്കാരെ കുംഫുകാരുമായിട്ടും ഫൈറ്റ് ചെയ്യും, 50 പേരുമായിട്ടും 100 ഉണ്ട് ഫൈറ്റ് ചെയ്യും. അത് നമ്മൾ രസിച്ചിട്ടുണ്ട്. പക്ഷേ അത്രേ ഉള്ളൂ. ഇത് ബേസിക്കലി ടച്ച് പോയി അതിന്റെ ആ ഒരു മർമ്മം. അതായത് എനിക്ക് മനസ്സിലായി അന്ന് ഇവരുടെ പടത്തിൽ എല്ലാത്തിലും ഇപ്പൊ ഒരു സീൻ എടുത്താൽ ആ സീനിലൊക്കെ എവിടെ ഒരു റിലേറ്റബിലിറ്റി, ഒരു ബിലീവബിലിറ്റി ഉണ്ട്. അത് അതായത് നമ്മള് ഇന്ത്യൻ ഫസ്റ്റ് റീ റിലീസ് ചെയ്തപ്പോ കണ്ടപ്പം അത് ഇപ്പൊ ഔട്ട്ഡേറ്റഡ് ആണ്. പക്ഷെ അത് അന്ന് വർക്കായി. ആ കാലഘട്ടത്തിലെങ്കിലും ആ സാധനം വർക്കാവണം. എന്നാലും നമുക്ക് ഇന്ന് വർക്കാവണം. ഈ പറയുന്ന ഗെയിം ചേഞ്ചർ ആയാലും ഇന്ത്യൻ ആയാലും ഇന്ന് വർക്കാവുകയാണെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് ഔട്ട്ഡേറ്റഡ് ആയ ഓക്കെ ഫൈൻ. പക്ഷെ ഇന്ന് വർക്കാവുന്നില്ല. ഇന്ന് കാണുമ്പോൾ ഒരു 20-25 വർഷം മുമ്പിലെടുത്താലും വർക്കാവാത്ത ടൈപ്പ് സാധനങ്ങളാണ് വരുന്നത്. അതാണൊരു സങ്കടം. അതും ശങ്കറിന്റെ നിന്നൊക്കെ. ഇനി ഇന്ത്യൻ 3-ൽ കാണാം എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഇന്ത്യൻ 2 സംഭവിച്ചതിനേക്കാൾ ചിലപ്പോൾ ആൾക്കാർ പറയുമോ ഇന്ത്യൻ 2 അത്രയും പ്രശ്നമില്ലാന്ന്. ഇപ്പൊ ഈ സിനിമ കണ്ടിട്ട് ഇത് ഇന്ത്യൻ 2 ആണോ ഗെയിം ചേഞ്ചർ ആണോ മോശം എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അതായത് ഞാനാണ് മോശം എന്ന് പറഞ്ഞ് മത്സരിക്കുന്ന ഒരു ഫീലാണ്. അതായത് കുറേ വർഷമായിട്ട് എനിക്ക് തോന്നുന്നു തെലുങ്ക് സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ തെലുങ്ക് സിനിമയിൽ ഏറ്റവും കൂടുതൽ റെപ്പിറ്റേറ്റീവ് ആയിട്ട് വന്നൊരു സ്ട്രക്ചറുണ്ട്. അതായത് അച്ഛൻ മകൻ, ഇത് രണ്ടും ഒരു ക്യാരക്ടർ. ഒരാൾ അച്ഛൻ ഈ പറഞ്ഞ നാട്ടുകാർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അച്ഛനെ കൊല്ലുന്നു, അമ്മാപ്പാസം. അവസാനം മകൻ വളർന്ന് വലുതായി കഴിയുമ്പോൾ എന്ത് തെറ്റും, മകൻ വില്ലന്മാരെ തിരിച്ചു കൊല്ലുന്നു. ഈ പാറ്റേൺ ആണ് നമ്മുടെ ബാഹുബലി ഉൾപ്പെടെ അല്ലേ. ഈ കഥ തന്നെ പല ഇതിൽ വെച്ച് ഇങ്ങനെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പുതിയ സെറ്റിങ്ങിലേക്ക് അത് മാറുന്നതനുസരിച്ച് ചില പടങ്ങൾ നമുക്ക് പുതിയ സെറ്റിംഗ് അല്ലെങ്കിൽ പുതിയ പ്രസന്റേഷൻ എന്തെങ്കിലും നമുക്ക് കഥ പുതിയത് വേണമെന്നല്ല, ഇത് തന്നെ വെച്ചിട്ട് നമുക്കൊരു പുതിയ സെറ്റിങ്ങിൽ നമുക്ക് ഇത് ഈ പറഞ്ഞു പഴകിയ അതേ സെറ്റിങ്, അതേ പരിപാടി, അതേ ഡയറക്ടർ തന്നെ എടുക്കുവാണ്. ഈ ശങ്കർ സിനിമ നമ്മൾ കാണാൻ ചെല്ലുമ്പം ഉള്ള എക്സ്പെക്ടേഷനിൽ താഴെ പോവാണ്. നമുക്കറിയാം ഇത് ഇപ്പം നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും ഒരു മുതൽവൻ ലൈൻ ഓഫ് പടമാണെന്ന് നമ്മൾ ട്രെയിലർ റിയാക്ഷനിലൊക്കെ പറഞ്ഞു. പക്ഷേ അതിൽ പോലും രസിക്കാനൊന്നും ഇല്ലാതായി പോയി. എൻ്റെ എക്സ്പെക്ടേഷൻ പോയിന്റ് വളരെ ലോ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. അതിനു മുമ്പ് എനിക്കിപ്പോ നമ്മൾ ഡ്രാമ എഴുതുമല്ലോ, അപ്പം ഇതിനകത്ത് നായികയെ ഇപ്പം സ്ഥിരം ശങ്കറിന്റെ ഒരു നെഗറ്റീവാണ്, നായകന്മാർക്ക് വലിയ റോളില്ല, നായികമാർ ചുമ്മാ ഇതിനകത്തും മറിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നായകൻ എല്ലാ വഴിത്തിരിവിലും വഴിവടച്ചു പോകുന്നത് നായികയുടെ അഡ്വൈസ് കാരണമാണ്. അതായത് നായകൻ ഇതോപ്പൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം ഈ ഡ്രാമ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളുണ്ട്. ഞാനത് എഴുതി വെച്ചത് എന്താന്ന് വെച്ചാല് നായിക പറയും നായിക പറയും ഞാൻ IAS എടുക്കാം, IAS എടുക്കും നായക എന്ന് പറയും. നായക പറയും IPS എന്തുകൊണ്ട് IPS ഇങ്ങനെ ചുട്ടപ്പം പോലെ കിട്ടുന്ന സാധനമാണ്. അപ്പൊ നായിക പറയും നീ IAS എടുക്കാതെ IPS എടുത്താൽ ഞാൻ പിണങ്ങുന്ന് പറയും. അവൻ IPS എടുക്കും, 6 മാർക്ക് എന്താ പറഞ്ഞ IPS അങ്ങനെ എന്താ പറയുന്നത്. ഇവൻ IPS കിട്ടിയപ്പോ നായിക പിണങ്ങി പോകും. പടത്തിന്റെ വളരെ ഹെവി ആയിട്ടുള്ള ഡ്രാമ സീക്വൻസ് ആണത്. അതേപോലെ അവന്റെ ബോർഡർ, അയ്യോ അത് നമ്മളും വിചാരിക്കും ഇതെങ്ങോട്ടാ ഇത് പോകുന്നതെന്ന്. അതായത് ഇവര് വർഷങ്ങൾക്ക് ശേഷം IAS എടുത്ത് കഴിയുമ്പോഴത്തേക്കും നായികയുടെ പിണക്കം മാറ്റാൻ പോവാണ്. അപ്പം നായികയെ വിളിക്കും. അപ്പൊ നായിക ഇരിക്കുന്ന ബിൽഡിങ്ങിൽ നിന്ന് പുറത്തോട്ട് വരാൻ പറയും. നായിക പറയും ധൈര്യം അകത്തോട്ട് വരട്ടെ. ഇവൻ പറയും ഇല്ല അത് പറ്റത്തില്ല, നായിക പുറത്തോട്ട് വരട്ടെ. ഇതിന് വീണ്ടും പിണങ്ങും. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തിനടുത്ത് പോയി കണ്ടാ പോരെ. അപ്പോഴാണ് ട്വിസ്റ്റ്. ഇവന്റെ ഇവന്റെ ബോർഡർ താണ്ടി അവൻ പോകത്തില്ല. അതായത് ഡിസ്ട്രിക്ട് കളക്ടർ ആ ഡിസ്ട്രിക്റ്റിനെ അടുത്ത ഡിസ്ട്രിക്റ്റിലേക്ക് എത്തണമെങ്കിൽ എന്തോ ആരുടെയോ ലെറ്റർ വേണം. അതിന്റെ ഡ്രാമാറ്റിക്കൽ ട്വിസ്റ്റ്. അപ്പൊ ഇത് എവിടെയാ വെച്ചാൽ കാണുന്നത്, കറക്റ്റ് ആ ബോർഡറിൽ ഒരു മയിൽക്കുറ്റി വെച്ചിട്ടുണ്ട്. ആ മയിൽക്കുറ്റിയുടെ അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ടാണ് നായകൻ കണ്ട് മീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിൽ ഏതെങ്കിലും ഒരു രീതി പ്രസന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ രസമായിട്ട് തോന്നാം. പക്ഷെ അത് ഈ പടത്തിന്റെ ഇപ്പം വന്നേക്കുന്ന ഫോർമാറ്റില് ഭയങ്കര നമ്മൾ ആ സിറ്റുവേഷനിലൊക്കെ ഇത് എങ്ങനെങ്കിലും ഒന്ന് കടന്നിരുന്നെങ്കിൽ 2 ഇടി ഒരു ജെറുഗണ്ടിയും കണ്ടിട്ട് ഇറങ്ങി നമ്മൾ ഈ ജെറുഗണ്ടിക്ക് വെയിറ്റ് ചെയ്യണം. പക്ഷെ ജെറുഗണ്ടി വന്നപ്പോഴും ജെറുഗണ്ടി ബേസിക്കലി എന്തുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിന്റെ നമ്മൾ ഇപ്പം രസമുണ്ടായിരുന്നു പാട്ട് കേൾക്കാൻ. അതിന്റെ വിഷ്വലൈസേഷൻ പരിപാടിയെ കണ്ടപ്പോൾ നമുക്ക് കുറച്ച് ഇതെന്താ സംഭവം ഒന്ന് കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെയും പ്രത്യേകിച്ച് ഒരു സംഭവമൊന്നും ഇല്ല. അത് 2 ഷോട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എത്ര ഉള്ളോ പരിപാടി എന്ന് മനസ്സിലാവും.
പിന്നെ 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 ഇതുപോലെ പുള്ളിയുടെ പടങ്ങളിൽ പണ്ട് തൊട്ടുള്ളൊരു ഇഷ്യൂ ആണ്, ഇതിനകത്ത് കുറച്ച് കുറവാണ്, ഈ കോമഡി ആക്ടേഴ്സിന് കൊടുക്കുന്ന റോള്. അത് ഭയങ്കര പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഒന്നും പറയുന്നില്ല, അത് പ്രതീക്ഷിക്കുന്നില്ല. അതിൽ നിന്ന് ഹ്യൂമർ ജനിപ്പിക്കാൻ ശ്രമിച്ചത് ഭയങ്കര പരാജയമാണ്. അത് ഹ്യൂമർ ആയാലും ഓക്കെ, കുഴപ്പമില്ല. ഇത് ഹ്യൂമർ ആവത്തില്ല, നമുക്ക് തന്നെ കല്ലുകടി പോലെ ഡിസബിലിറ്റി ഹ്യൂമർ എന്ന് പറയുന്നത്. അതായത് കോമഡി ക്യാരക്ടറിന് ഒരു ഡിസബിലിറ്റി ഉണ്ട്, അയാളുടെ ഇതുവഴിയേ കാണത്തുള്ളൂ. അത് വെച്ചിട്ട് ഹ്യൂമർ ഇങ്ങനെ ജനറേറ്റ് ചെയ്യാൻ കുറെ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടിച്ച് അത് ചെയ്തേക്കുന്നത് വേറെ വല്ല സുനിലാണ്. അതെ, സുനിലിന്റെ ക്യാരക്ടർ സൈഡിലേക്ക് മാത്രം നടക്കത്തുള്ളൂ. അതെ അതെ, കണ്ണ് ഇങ്ങനെ സൈഡിലേക്ക്. സുനിലിന്റെ ക്യാരക്ടറിന് ഡിസബിലിറ്റി ഉണ്ട്, സൈഡിലേക്ക്. അതുപോലെ അഞ്ജലിയുടെ പെടലി ഇങ്ങനെ, നായകന്റെ അമ്മയുടെ പെടലി ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്, അതും ഇങ്ങനെ ഒരു സൈഡിലേക്ക്. അത് പുള്ളി എഴുതുമ്പോഴത്തേക്കും ഒരേ ആക്ച്വലി അവർക്ക് ഡിസബിലിറ്റി അല്ല, അവർ പെട്ടെന്ന് ഒരു സംഭവം കണ്ട് ഷോക്കായിട്ട് ഇങ്ങനെ പേടിച്ച് തല തിരിക്കുന്ന, പിന്നെ തല അങ്ങനെ ഇരിക്കും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് തല തിരിയും ഇങ്ങനെ. അത് എനിക്ക് മനസ്സിലായില്ല എന്താണ്, എന്തൊക്കെയോ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് ആ ഡിസബിലിറ്റിയിൽ പോലും. അപ്പം അത് അതെ അത് സസ്പെൻസ് ആണത്. എന്ത് സസ്പെൻസ്? ഒരു സസ്പെൻസും ഇല്ല. നിങ്ങൾക്ക് പടം തുടങ്ങി 10 മിനിറ്റ് അറിയുന്നത് എന്തുകൊണ്ടാ പോണത്. ഭർത്താവിനെ കൊല്ലുന്ന കണ്ട് ഞെട്ടിയതാണ്. അത് കഴിഞ്ഞ ആ ഷോട്ടില്ലേ മകനെയും പിടിച്ചോണ്ടില്ലേ, ഇടയ്ക്ക് മകൻ മിസ്സിംഗ് ആവും. അത് എങ്ങനെയാണെന്ന് ഇടയ്ക്കൊക്കെ എന്തോ മിസ്സിംഗ് ഉണ്ട്, ഷോട്ട് എന്തോ മിസ്സിംഗ് ഉണ്ട് എഡിറ്റ് ചെയ്തപ്പം. ഈ രാംചരന്റെ സീനാണ് എല്ലാം പ്ലാസ്റ്റിക് സീനുകളോ. രാംചരന്റെ ഒന്നും ചെയ്യാനില്ല, പുള്ളി ഇങ്ങനെ വന്ന് നിൽക്കുക. പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ സീൻ എന്ന് പറഞ്ഞാൽ രാംരാജിന്റെ ബനിയന്റെ പരസ്യം പോലെ, ബനിയൻ ലുങ്കിയെ കൊടുത്ത് പുള്ളി ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുന്നു. ആ സീനിലൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ഹെലികോപ്റ്റർ കയറി പോകുന്ന രാംചരൺ എവിടുന്ന് കിട്ടി ഈ അതിങ്ങനെ താഴെ കയറുന്നതിന് മുമ്പ് ഈ വാളെടുത്ത് കൈ പിടിച്ചാലും കുഴപ്പമില്ല. ഇത് ഹെലികോപ്റ്റർ കയറി കഴിഞ്ഞാൽ നിലത്ത് കിടന്ന വാൾ ഇങ്ങനെ അടുത്തൊരു കട്ട് ഷോട്ട് വലതിനെ എടുക്കുക. അപ്പൊ നമ്മളിങ്ങനെ ഇവൻ ഹെലികോപ്റ്റർ കയറി മുകളിലാണല്ലോ, ഇവന് പെട്ടെന്ന് ഇടുന്ന ഈ സാധനം എടുത്തത് അങ്ങനെ. അതായത് ആക്ച്വലി അവിടെയൊക്കെ പിന്നെ എല്ലാ ഹെലികോപ്റ്ററിലും ഈ പറയുന്ന പോലെ വളരെ സജ്ജമാണ്, ഡ്രസ്സൊക്കെ മാറി പിന്നെ പുറത്തിറങ്ങാം. ഹെലികോപ്റ്റർ രാംചരൺ കയറുന്ന കാണിക്കും, പിന്നെ പുറത്തിറങ്ങി വേറെ വേഷമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ മുറിവൊക്കെ ഉണക്കി വരുന്ന വഴിക്ക് ഞാൻ അതാ പറഞ്ഞ. ഇപ്പൊ നമ്മൾ പറയും ഇതൊക്കെ ലോജിക്ക് നോക്കില്ലേ, നോക്കുന്നില്ല. ഇത് ലോജിക് അല്ല, ഇത് അങ്ങനെയല്ല. ഇത് ആ ലോജിക് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മള് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മളെ വ്യക്തമായി കാണിക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ നമ്മളെ അത് വിശ്വസിപ്പിക്കുന്നവരെ എടുക്കാൻ പറ്റുമല്ലോ. അത് ചെറിയ ചെറിയ കാര്യങ്ങൾ ട്വീക്ക് ചെയ്താൽ മതി. അവിടെയാണ് ഈ തമാശ ഉണ്ടാവുന്നത്. ഇത് അതിന് ചുറ്റുമുള്ളതൊക്കെ എൻജോയബിൾ ആണെങ്കിൽ ഇതൊക്കെ അങ്ങ് അടിച്ചു പോകും. നിങ്ങളൊരു നായകൻ ഇൻട്രൊഡക്ഷൻ സീൻ കാണുമ്പോൾ നമുക്ക് ആ നായകൻ വരുന്നിടത്ത് നമുക്ക് ഫൈറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് എന്തെങ്കിലും ഫീൽ വന്നിട്ട് ഇത് ഫസ്റ്റ് ബേസിക്കലി രാംചരന്റെ ഫാൻസ് വേണ്ടി ചെയ്തത്. അതായത് രാംചരന്റെ സ്ക്രീനിൽ കണ്ട കൈയടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. വളരെ ക്ലീൻ ആയിരുന്നു. അതായത് പെട്ടെന്നാണ്, അതിന് സ്റ്റോറി ഒന്നും ഇല്ല. ജസ്റ്റ് കുറെ ഗുണ്ടകൾ വന്നൊരു റെയിൽവേ ട്രെയിനെ ബൈക്കിൽ നിന്ന് ചാടി ട്രെയിനെ കയറുന്നു, ട്രെയിൻ വലിച്ചു നിർത്തുന്നു, അവിടുന്ന് ഒരുത്തനെ നായകനെ വിളിക്കാൻ ചെല്ലുന്നു, നായകൻ അടിച്ചു പുറത്തും. ഇത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ എന്താണ് സംഭവമെന്നോ കാര്യങ്ങളൊന്നും പറയാനോ അല്ല അത് ബിൽഡ് ചെയ്യാനോ ഉള്ള പരിപാടി ഒന്നുമില്ല. എന്നിട്ട് ആ വില്ലനെ ലാസ്റ്റ് JCB ഡ്രൈവർ അന്ന് അടികൊണ്ട് ഇതായ വില്ലൻ അവസാനം അടികൊള്ളുന്നവനും ലാസ്റ്റ് സീനി അവൻ രാംചരന്റെ കൂടെ. അതും അവൻ UP-യിലുള്ളവൻ, UP-യിലോ AP-യിലോ എവിടെയോ നോർത്തിൽ നിർത്തൻ അവനെ കൊണ്ടുവന്ന് അവനെ ഉപദേശിച്ചു വിടും ആദ്യം ഫസ്റ്റ് ഹാഫിൽ. പിന്നെ ഈ ഇവന്റെ ഒരു സെൻസ് ഓഫ് കോണ്ടെക്സ്റ്റ് ഈ പടത്തിന് എവിടെ ഇല്ല. അതായത് രാംചരൺ ഒരിടത്ത് അടികൊണ്ട് വെടികൊണ്ട് ചോരെ തുപ്പി കിടക്കുവാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് സാറ് ഉടനെ തന്നെ മന്ത്രി വിളിക്കുക. അപ്പം ഇവനിങ്ങനെ നീ ഇത് കണ്ടില്ലടാ പട്ടി ഇത് അതെ അതെ അങ്ങനെ. അപ്പം സാർ എന്താ ഇവിടെ സംഭവിച്ചത്? അങ്ങനെയൊന്നുമില്ല. ഇവരൊന്നും സാർ ഉടനെ തന്നെ മന്ത്രി വിളിക്കാന്ന് നോക്കാം. അല്ല ചുറ്റും എന്താ നടന്നു വരുമ്പോൾ അതുപോലെ രാംചരന്റെ കല്യാണം നടക്കുമ്പോൾ ഇവരൊക്കെ നടന്നു പോവാ. അതായത് ബോംബ് പൊട്ടുന്നു, ആൾക്കാര് മറ്റേ വലിയ കലാപം പോലെ സെറ്റ് പടം. രാംചരനും ഫാമിലി എല്ലാരും കൂടെ കല്യാണ വീട്ടിലേക്ക് നടന്നു കയറിക്കൊണ്ട് ഇവര് നടക്കുമ്പോൾ ആൾക്കാർ മറ്റേ ബോംബ് എടുത്തൊക്കെ സംഭവിക്കുന്നു. ഇവര് കൂളായിട്ട് സൈഡിലൂടെ നടന്ന് വീട്ടിലേക്ക് ഓർത്തും തെറ്റരുത്. ഈ സംഭവം കണ്ടിട്ടൊന്ന് റിയാക്ഷൻ പോലെ കൊടുക്കണ്ടേ? ഇവരത് നോക്കിയിട്ട് കൂളായിട്ട് നടന്ന് കയറി പോകുന്നു. ഇതൊക്കെ സാധാരണ ഇവിടെ നമ്മളെ എപ്പോഴും നടക്കുന്നതാണ്. ആ വൈബാ. 2 ബോംബ് കൂടെ പൊട്ടിയിട്ട് കയറാം. എനിക്ക് അതായത് ഫസ്റ്റ് ഹാഫ് ഒരു പേസിങ് ഭയങ്കര സ്പീഡിൽ കൊണ്ട് ഇടിച്ചു നിർത്തുവാണല്ലോ. നമ്മുടെ ഇന്റർവെൽ എന്തുവായിരുന്നു? ഇന്റർവെൽ CM ആവുന്നല്ലേ. അങ്ങനെ കൊണ്ട് ഇടിച്ചു നിർത്തിയിട്ട് സെക്കൻഡ് ഹാഫ് കുറച്ച് ഒരു ശാന്തമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് വൃത്തിക്കാ സ്റ്റാർട്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് ഇത് പടം മാറിയോ ഇനി എന്ന് ഫീൽ ചെയ്യത്തക്ക രീതിയിൽ പെട്ടെന്ന് ഫ്ലാഷ് ബാക്കാണ്, പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മയം ഉണ്ടായിരുന്നു. അപ്പം ആ മയം ഒരു രസമുണ്ട്. എനിക്ക് തോന്നുന്നു അവിടുന്ന് പറയാനുള്ളതേ ഉള്ളൂ കഥ. അതിനു മുമ്പൊന്നും ഇല്ല. അച്ഛൻ ഇങ്ങനെ തുടങ്ങുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങുന്നു, ആ ലൈനേ ഉള്ളൂ. അപ്പം
അതിന്റെ സ്റ്റാർട്ടിങ്ങും പിന്നെ ഒരു ടെലിഫോൺ വിളിച്ച് ഞങ്ങളെ ആരോ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയത്തില്ല. അപ്പൊ ആ സീനിനൊക്കെ ഒരു ചെറിയ ടെൻഷൻ എനിക്ക് മനസ്സിലായത് ആ ഒരു എലമെന്റ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ ഒരു അച്ഛന്റെ ക്യാരക്ടർ, അതാണ് കാർ സുബ്രായന്റെ കോൺട്രിബ്യൂഷൻസ് അതായിരിക്കും പുള്ളി പറഞ്ഞു. അതാ മറ്റൊരു ഡിസബിലിറ്റി, അച്ഛന് വിക്ക്. അതെ. അപ്പൊ അതായിരിക്കും കാർ സുബ്രായന്റെ ഐഡിയ. എനിക്ക് തോന്നുന്നു ആ ഫ്ലാഷ് ബാക്കിൽ കണ്ട എലമെന്റ് ആയിരിക്കും അതും. ഈ പറഞ്ഞ ഒരു IAS ഓഫീസർ അല്ലെ ആ ഒരു എലമെന്റ് ഒക്കെ ആയിരിക്കണം മേ ബി. കാര്യം നമുക്ക് ഇതിനകത്തുനിന്ന് ആ ഒരു നല്ല ലൈൻ കണ്ടെത്താൻ പറ്റും. പക്ഷെ ശങ്കർ ഇത് ചെയ്യുമ്പോൾ നമ്മളെ ഒരുപാട് ക്ഷീണിപ്പിച്ച് ടയേർഡ് ആക്കിയിട്ടാണ് അവിടെ എത്തുന്നത്. അത്രയും സീക്വൻസ്, അതായത് അച്ഛൻ്റെ അത്രയും സീക്വൻസ് മനോഹരം എന്ന് പറയുന്നില്ല, എന്നാലും നമുക്ക് മനസ്സിലാവും ഓ ഇത് പ്രതീക്ഷിച്ചാണ് ഇവർ ഈ വലിയ പടം ഇതിന് ചുറ്റും ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പം അത് അച്ഛൻ്റെ സീക്വൻസ് തൊട്ട് അച്ഛൻ മരിക്കുന്ന അച്ഛൻ സസ്പെൻസ് ഇത് ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഇടുന്നതായിരിക്കും. അതെ, അച്ഛൻ മരിക്കുന്ന വരെയുള്ള സീക്വൻസിന് ഒരു വ്യൂവബിലിറ്റി ഉണ്ട്, ഒരു വാച്ചബിലിറ്റി ഉണ്ട്. അതിനകത്ത് ആക്ടിങ് വൈസ് ഡബിങ്ങിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ആ വിൽക്കുന്നൊക്കെ പല സ്ഥലത്തായിരുന്നു. അപ്പം പക്ഷെ എന്നാലും അതിനാണ് ഒരു വ്യൂവബിലിറ്റി ഉള്ളത്. അപ്പൊ അത് എനിക്ക് അവിടെ ഇവിടെ കുറച്ച് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിനകത്ത് കുറച്ച് നല്ല എലമെന്റ് ഉണ്ട്, നല്ല എലമെന്റ്സ് ഉണ്ട്. ഷൂട്ട് ചെയ്ത ബഹളമില്ല. അത് നല്ല എലമെന്റ് ഉണ്ടെങ്കിലും അതിന് അത്ര നന്നായിട്ട് പ്രസന്റ് ചെയ്ത് ചോദിച്ചാൽ ഇല്ല. എന്നാലും നമുക്കത് കണ്ടാൽ മനസ്സിലാവും ഈ സാധനങ്ങളൊക്കെ നല്ലതാവേണ്ടതാണല്ലോ എന്ന് തോന്നും. പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ എന്ന നിലയിൽ സിനിമയിൽ വന്നപ്പോൾ വളരെ ക്രിഞ്ചായി തോന്നിയെങ്കിലും എനിക്ക് തോന്നുന്നു ഓൺ പേപ്പർ നല്ലൊരു സീൻ ആവേണ്ട സാധനമായിരുന്നു. ഈ അമ്മയെ കോർട്ടിൽ അപമാനിക്കുന്നു, എന്നിട്ട് ജയിലിൽ നിന്ന് അമ്മയോട് ക്ഷമ പറയുന്നു, എന്നിട്ട് അമ്മ മരിക്കുന്നു. ഈ സംഭവം അമ്മാപാസമാണെങ്കിലും വൃത്തിയായിട്ട് ചെയ്തിരുന്നെങ്കിൽ അത് നമുക്ക് ഇമോഷണലി കണക്ട് ആവേണ്ടതാണ്. പക്ഷെ നമ്മൾ ഈ സമയത്ത് രാംചരന്റെ അമ്മയായിട്ട് അഞ്ജലിയെ കാണാൻ പറ്റുന്നത് ഇതൊരു മലങ്കൾട്ടായിട്ട് കണ്ടുപോയി. അപ്പൊ നമുക്ക് ഇനിയിപ്പോ എന്ത് കാണിച്ചാലും നമ്മൾ ആ സെൻസ് എടുക്കുന്നുള്ളൂ, അതാണ് പ്രശ്നം. സോ അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളവർ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കണ്ടു നോക്കും. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാം. പാട്ടിന് വേണ്ടി മാത്രം ഞാൻ പേഴ്സണലി കുറച്ച് പാട്ട് ബിഗ് സ്ക്രീനിൽ പ്രത്യേകിച്ച് ജെറുഗണ്ടി കാണാനാണ് ഞാൻ. ജെറുഗണ്ടി മറ്റേ അത് രണ്ടും കാണാൻ ജെറുഗണ്ടിക്കകത്ത് ഇഷ്ടംപോലെ VFX ഇഷ്യൂസും കൊറിയോഗ്രാഫി ഇഷ്യൂസും ഒരു സുഖം തോന്നിയില്ല. പിന്നെ ഈ പറയുന്ന മറ്റേ പാട്ട് കട്ട് ചെയ്ത് കളയുകയും ചെയ്തു. സോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പരിപാടിയൊക്കെ ഇപ്പം ഞങ്ങൾ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പരിപാടിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ തിയേറ്ററിൽ കണ്ടു നോക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കൂട്ടുകാർ 2-3 കൂട്ടുകാരായിട്ട് പോയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലൈനിലും ഇതാണ്. അതൊരു സങ്കടമല്ലേ, ശങ്കർ പടങ്ങൾ ട്രോളാൻ വേണ്ടി തിയേറ്ററിൽ പോയി കാണുമെന്ന് ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു.